ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ലോക്കൽ ബോഡിയിലേക്ക് പട്ടി വളർത്തൽ അല്ലെങ്കിൽ പന്നി വളർത്തലിനുള്ള ലൈസൻസിന് വേണ്ടിയുള്ള അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് ILJMS വന്ന ശേഷം ഇവിടെ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ യൂസർ ID ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. എങ്ങനെയാണ് യൂസർ ID ആൻഡ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ മുന്നേ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചതാണ്. ഇവിടെ ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് ആദ്യം തന്നെ മലയാളം എന്നാക്കി സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ലൈസൻസുകളും അനുമതികളും എന്നുള്ള സെക്ഷനിൽ പന്നികൾ പട്ടികൾ എന്നുള്ള ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ലൈസൻസിനുള്ള അപേക്ഷ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപേക്ഷ സമർപ്പിക്കുന്ന ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓഫീസിന്റെ തരം എന്നുള്ള ഭാഗത്ത് ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി മുനിസിപ്പാലിറ്റിയിലേക്കാണെങ്കിൽ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ ഏത് ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതം സെലക്ട് ചെയ്ത് അപേക്ഷകന്റെ വിഭാഗം എന്നുള്ള ഭാഗത്ത് പൊതുവിഭാഗമോ SC/ST BPL ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശരി ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ആണ്. സാധാരണ എല്ലാ പഞ്ചായത്തിന്റെ അപേക്ഷകളിലും ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ഉണ്ടാവും. എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നത് പോലെ തന്നെ ആദ്യം തന്നെ അപേക്ഷകന്റെ ആധാർ കാർഡ്, അപേക്ഷകന്റെ തിരിച്ചറിയൽ രേഖ നമ്പർ, അപേക്ഷകന്റെ പേര്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എന്നിവ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപേക്ഷകൻ താമസിക്കുന്ന വീട്ടുപേര്, പ്രാദേശിക സ്ഥലം, പ്രധാന സ്ഥലം, വാർഡ് നമ്പർ, പോസ്റ്റ് ഓഫീസും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള ഈ ഒരു ബോക്സിനകത്ത് ടിക്കറ്റ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് രണ്ട് തരത്തിലാണ് അപേക്ഷ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഒന്ന് നോർമലി മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് മെത്തേഡ് എന്നുള്ളത് ഒരു അപേക്ഷ ഫോം ഉണ്ട്. അപേക്ഷ ഫോം ഫില്ല് ചെയ്തിട്ട് അതോടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. സോ അതായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ചും കൂടെ നല്ല മാർഗം എന്നുള്ളത്. അപേക്ഷ ഫോം ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് അറ്റാച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഫോം ആണെങ്കിൽ ഫോം എന്ന് പറഞ്ഞിട്ട് അപ്ലിക്കേഷൻ ഫോം ആണെങ്കിൽ അപ്ലിക്കേഷൻ ഫോം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചൂസ് ഫയൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു വാർഡ് നമ്പറും അതുപോലെ തന്നെ കത്തിടപാട് നടത്താനുള്ള ഒരു മാർഗവും സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് രണ്ട് ഡോക്യുമെന്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്ന് അപേക്ഷയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോം ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് ഇവിടെ എന്തൊക്കെ ഡീറ്റെയിലുകൾ ഉൾക്കൊള്ളിക്കണം എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപേക്ഷകന്റെ പേര് ഉൾക്കൊള്ളിക്കണം, മേൽവിലാസം ഉൾക്കൊള്ളിക്കണം, അതുപോലെ തന്നെ മൃഗത്തിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കണം. രണ്ടാമത്തെ ഫയൽ എന്നുള്ളത് മൃഗത്തിന് വാക്സിൻ എടുത്തതിന്റെ വാക്സിൻ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ രണ്ട് ഫയലുകൾ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്യാനായിട്ട് സെലക്ട് ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചൂസ് ഫയൽ ഭാഗം ക്ലിക്ക് ചെയ്ത് ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 55 രൂപയാണ് ടോട്ടൽ നമുക്ക് പേയ്മെന്റ് അടക്കേണ്ടത്. ലൈസൻസിനുള്ള ഫീ ആയിട്ട് 50 രൂപയും ഫോട്ടോ ഫീ സ്റ്റാമ്പായിട്ട് ഫീ ആയിട്ട് 5 രൂപയും. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സത്യപ്രസ്താവനയാണ്. ഇവിടെ കൺസെന്റ് ബോക്സ് ടിക്ക് കൊടുത്ത് ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള പേയ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്കൊരു കൈപ്പറ്റ് രസീത് ലഭിക്കും. കൈപ്പറ്റ് രസീത് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കുക. അതിനുശേഷം ലൈസൻസ് ഇഷ്യൂ ആയി കഴിയുമ്പോൾ നമുക്ക് ഓൺലൈനായി തന്നെ പ്രിന്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ഡാഷ്ബോർഡിൽ തന്നെ അത് കാണിക്കും. അത് അവിടെ നിന്നും പ്രിന്റ് എടുത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് വളർത്തുമൃഗങ്ങൾക്കുള്ള ലൈസൻസിനുള്ള അപേക്ഷ നമ്മൾ ഒരു ലോക്കൽ ബോഡിയിലേക്ക് സമർപ്പിക്കുന്നത്.